नमस्कार। 4th स्टैंडर्ड हिंदी। आज हम अगला पाठ पढ़ेंगे। कोई भी प्राणी महान बनता है अपने कर्मों से। ചാല് ഏതൊരാളും മഹാനായി തീരുന്നത് അവരുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. അപ്പം നിങ്ങൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ച് വിനോബാജിയെക്കുറിച്ച്, വിനോബാജി അല്ലേ എന്താ ചെയ്തിരുന്നത്? ഭൂദാൻ യജ്ഞ അല്ലേ, ഭൂമി ദാനമായി സ്വീകരിച്ചിട്ട് പാവപ്പെട്ട കൃഷിക്കാർക്ക് കൊടുത്തിരുന്നു. അങ്ങനെയാണ് അയാൾ എന്തായി തീർന്നത്? മഹാനായി തീർന്നത്. അങ്ങനെ നല്ലൊരു കാര്യം ചെയ്തിട്ട്. അതുപോലെ സർ ഐസക് ന്യൂട്ടൺ, ഐസക് ന്യൂട്ടൺ എന്താ ചെയ്തത്? ഗുരുത്വാകർഷൺ ശക്തി അല്ലേ, അതിനെക്കുറിച്ച് അയാൾ കണ്ടുപിടുത്തം നടത്തി. അപ്പോൾ അങ്ങനെയാണ് സർ ഐസക് ന്യൂട്ടൺ എന്തായി തീർന്നത്? മഹാനായി തീർന്നത്. ഇപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്? അവർ മഹാനായി തീർന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധി, വിവേക് ഓർ സമജ്ദാരി ചാഹിയെ. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബുദ്ധി, വിവേകം, സമജ്ദാരി ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള ഒരാളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. ശീർഷക് ബീർബൽ കി ബുദ്ധിമാനി. ഇതിൻ്റെ ശീർഷകം എന്താണ്? ബീർബൽ കി ബുദ്ധിമാനി. ബീർബൽ ആരായിരുന്നു എന്നറിയോ? ബാദ്ഷാ അക്ബർ, അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയായിരുന്നു ആര്? ബീർബൽ. ബീർബലിനെ കുറിച്ചിട്ട് പല കഥകളുമുണ്ട്. ബീർബൽ വളരെയധികം ബുദ്ധിമാനായിരുന്നു. എത്ര വലിയ അല്ലെങ്കിൽ എത്ര പ്രയാസമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കും ഈ ബീർബൽ ഉത്തരം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് അക്ബർ രാജാവിന് ഈ ബീർബലിനെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ബീർബൽ की बुद्धिमानी. बुद्धिमानी मतलब इंटेलिजेंस. एक बार की बात है, जो वंस अपॉन अ टाइम पंडोरिकल बादशाह अकबर अपने बगीचे में घूम रहे थे. बादशाह, बादशाह मतलब किंग. यहाँ पर लिखा है बादशाह किंग, രാജാവ്. അപ്പോൾ ബാദ്ഷാ അക്ബർ, അപ്പോൾ രാജാവിൻ്റെ പേരാണ് അക്ബർ. അക്ബർ രാജാവ് അപ്പനെ ബഗീച്ചേമേ, ബഗീച്ച എന്ന് പറഞ്ഞാൽ അറിയാം ഗാർഡൻ അല്ലേ. അക്ബർ രാജാവ് പൂന്തോട്ടത്തിൽ ഘൂം രഹത്തെ, ഘൂംന ടു വാണ്ടർ, ഇങ്ങനെ ചുറ്റി നടക്കുകയായിരുന്നു തോട്ടത്തിൽ. ഉസി ദോരാൻ, ഉസി ദോരാൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത്, ഈ ചുറ്റി നടക്കുന്ന സമയത്ത് ഏക് കൗവ, കൗവ ക്രോ കാക്ക, ഒരു കാക്ക कभी उनके कंधे पर तो कभी हाथ पर बैठकर परेशान कर रहा था. അന്നേരം ഒരു കാക്ക വന്നിട്ട് എന്ത് ചെയ്ത് ഈ അക്ബർ ചക്രവർത്തിയുടെ കന്ധേപ്പ്, കന്ധ, കന്ധ മਤലബ് ഷോൾഡർ, നിങ്ങൾക്കറിയാം ഷോൾഡർ ഏതാന്ന് അല്ലേ, ഈ ഭാഗമാണ് ഷോൾഡർ. അന്നേരം ഈ കാക്ക വന്നിട്ട് ഈ രാജാവിൻ്റെ ഷോൾഡറിൻ്റെ മേലെ ഇരിക്കും. അല്ലെങ്കിൽ എവിടെ ഇരിക്കും? ഹാത്ത്, അല്ലെങ്കിൽ കയ്യിൻ്റെ മേലെ വന്നിരിക്കും. ബൈക്ക് പരേഷാൻ കർ രഹാ താ, ഈ രാജാവിനെ വളരെയധികം എന്താക്കി വിഷമിപ്പിച്ച് ഈ കാക്ക ഇങ്ങനെ ഒന്നില്ലെങ്കിൽ എവിടെ വന്നിരിക്കും? കന്തയിൽ, ഷോൾഡറിൽ വന്നിരിക്കും, അല്ലെങ്കിൽ കയ്യിന്മേൽ വന്നിരുന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടിച്ച് ആരെ? ഈ അക്ബർ ചക്രവർത്തി. അക്ബർ കൗവേ സെ ഇസ് പ്രകാർ പരേഷാൻ ഹോക്കർ ബഗീച്ചേ സെ ലോട്ട് ആയി. അന്നേരം ഇങ്ങനെ ഈ കാക്ക ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്ത് ആ തോട്ടത്തിൽ ചുറ്റി നടക്കുന്നതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ലോട്ടായ, ലോട്ട്നാന്ന് പറഞ്ഞാൽ ടു കം ബാക്ക്, രാജാവ് തിരിച്ചു വന്ന് അയാളുടെ മഹലിലേക്ക് തിരിച്ചു വന്നു, കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. ഓർ ഉസ്കെ ബാരെ മേ സോച്ചനയിലേക്ക്, എന്നിട്ട് രാജാവ് ചിന്തിക്കാൻ തുടങ്ങി. ആരെക്കുറിച്ചാണ് ചിന്തിക്കാൻ തുടങ്ങിയത്? ഈ കാക്കകളെ കുറിച്ച്. അഗലെ ദിൻ ദർബാർ മേ അക്ബറിനെ പ്രശ്നിക്കുക. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാജസദസ്സിൽ, ദർബാർ എന്ന് പറഞ്ഞാൽ കോർട്ട്, അപ്പം രാജസദസ്സിൽ അക്ബർ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചതെന്നറിയാം? ഹമാരെ ആഗ്ര ഷെഹർ മേ കിത്തനെ കൗവേ ഹോങ്കെ. എന്താണ് രാജാവ് ചോദിച്ചത്?
ഹമാരെ ആഗ്ര ഷഹർ മേ. അപ്പോൾ രാജാവ് ഉള്ള ആ പട്ടണത്തിൻ്റെ പേരാണ് ആഗ്ര. എന്നിട്ട് ചോദിക്കുകയാണ് ഈ ആഗ്ര പട്ടണത്തിൽ കിത്തനെ കൗവേ ഹോങ്കെ, എത്ര കാക്കകൾ ഉണ്ടാകുമെന്ന് ആ രാജസദസ്സിൽ ആര് ചോദിച്ച്? ഈ അക്ബർ ചക്രവർത്തി ചോദിച്ചു. ദർബാർ മേ ബൈഠെ സഭി ലോഗ് ഹൈരാൻ ഹോക്കർ സോച്ചനെ ലഗെ. അന്നേരം ആ രാജസദസ്സിലുള്ള എല്ലാവരും ആശ്ചര്യപ്പെട്ടിട്ട് ആലോചിക്കാൻ തുടങ്ങി. എന്താണ്? ഭല യേ കേസ അജീബ് സ പ്രശ്ന ഹേ. എല്ലാവരും എന്താ ചിന്തിച്ചത്? അത് ശരി, ഇതെന്ത് വിചിത്രമായ ചോദ്യമാണ്. ഈ ആഗ്ര ഷഹറിൽ എത്ര കാക്കകളുണ്ട് എന്നുള്ളത് ഇതെന്തൊരു വിചിത്രമായ ചോദ്യമാണെന്ന് എല്ലാവരും വിചാരിച്ചു. അക്ബർ ഫിർ ബോലെ, അക്ബർ വീണ്ടും പറഞ്ഞ് എന്ത്? മുझे इस प्रश्न का उत्तर चाहिए. എന്താ പറയുന്നത്? എനിക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയേ തീരൂ എന്ന് ആര് പറയും? ഈ അക്ബർ ചക്രവർത്തി പറയും. ബീർബൽ തുമ്പി ചുപ്പായിട്ടേ ഹോ. എന്നിട്ട് എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം ആര് പറയുന്നതാണ്? ബീർബൽ പറയാം. ഈ ബീർബൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടപ്പോൾ രാജാവ് ബീർബലിനോട് പറയും എന്ത്? എന്താ പറഞ്ഞത്? ബീർബൽ തുമ്പി ചുപ്പായിട്ടേ ഹോ, നീയും ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണോ? ചുപ്, ചുപ് എന്ന് പറഞ്ഞാൽ സൈലന്റ്. നീയും ഇങ്ങനെ മൗനം പാലിച്ചിരിക്കുകയാണോ? ബീർബൽ പോലെ. അപ്പോൾ ബീർബൽ പറയും എന്താ പറയുന്നത്? ഇസ് തരഹ് പ്രശ്നോ കി ഉത്തർ നഹി ഹോത്തെ മഹാരാജ്. എന്താ ബീർബൽ പറഞ്ഞേ? അയ്യോ മഹാരാജാവേ, ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരോ ഇല്ലാന്ന് ആര് പറയും? ഈ ബീർബൽ പറയും. അക്ബർ പോലെ. അന്നേരം അക്ബർ എന്താ പറയുന്നത്? ബീർബൽ മുझे तुमसे ऐसे उम्मीद उत्तर की उम्मीद नहीं थी. അന്നേരം രാജാവ് എന്താ പറയുന്നത്? ബീർബൽ, ഞാൻ നിന്നിൽ നിന്നും ഇങ്ങനെ ഒരു ഉത്തരമല്ല പ്രതീക്ഷിച്ചത്. 7 दिनों के अंदर पता लगाओ कि आगरा में कितने कौवे हैं. ഒരു കാര്യം ചെയ്യണം. എന്ത്? 7 ദിവസത്തെ സമയം ഞാൻ തരാം. അതിൻ്റെ ഉള്ളിൽ നീ കണ്ടുപിടിച്ചിരിക്കണം ഈ ആഗ്ര പട്ടണത്തിൽ എത്ര കാക്കകളുണ്ടെന്ന് നീ കണ്ടുപിടിച്ചിരിക്കണം എന്ന് ആരോട് പറയും? ബീർബലിൻ്റെ അടുത്ത് പറയും. ബീർബലിനെ കഹ. അന്നേരം ബീർബൽ എന്താ പറയുന്നത്? ടീക് ഹേ മഹാരാജ്, മേ പതാ ലഗാവുങ്ക. ബീർബലിന് വേറെ നിവർത്തിയില്ല. ബീർബൽ പറയും ശരി മഹാരാജാവേ, ഞാൻ ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാന്ന് പറയും. 7 दिनों के बाद ബീർബൽ ദർബാർ മേ ആയി. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം ബീർബൽ എവിടെ എത്തി? ദർബാറിൽ എത്തി. 7 दिनों के बाद ബീർബൽ ദർബാർ മേ ആയി. അക്ബറിനെ പൂച്ച. അപ്പം ബീർബലിനെ കണ്ടുടനെ അക്ബർ ചോദിച്ച് എന്താ ചോദിച്ചത്? ബീർബൽ മേരെ പ്രശ്ന കാ ഉത്തർ ദേനെ കോ തയ്യാർ ഹോ. അല്ല ബീർബൽ, എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ നീ തയ്യാറാണോ എന്ന് ആര് ചോദിച്ച്? ഈ അക്ബർ ചക്രവർത്തി ചോദിച്ചു. ബീർബലിനെ കഹ. അപ്പം ബീർബൽ പറയും എന്താ പറയുന്നത്? മഹാരാജ് ആഗ്രാമേ 2450 കൗവേ ഹേ. അപ്പോൾ ബീർബൽ എന്ത് പറഞ്ഞ്? ആ മഹാരാജാവേ, ഈ ആഗ്ര പട്ടണത്തിൽ 2450 ക്രോസ് ആണ് ഉള്ളത്. എത്ര കാക്കകളാണ് ഉള്ളത്? 2450 ക്രോസ് ആണ് ഉള്ളത് എന്ന് ആര് പറയും? ബീർബൽ പറയും. ദർബാർ മേ ബൈഠെ സഭി ലോഗ് ബീർബൽ കാ ഉത്തർ സുൻ ഹൈറാൻ രഹ് ഗയേ. അന്നേരം ഈ രാജസദസ്സിൽ ഇരുന്ന എല്ലാവരും ഈ ബീർബലിൻ്റെ ഉത്തരം കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. വേ സോച്ചനെ ലഗേ, അവരാലോചിക്കുകയാണ് ബീർബലിനെ കവ്വോക്കോ കേസേ ഗിനാവുക. ഈ ബീർബൽ എങ്ങനെയാണ് ഈ കാക്കകളെ എണ്ണിയിട്ടുണ്ടാവുക എന്ന് അവരെല്ലാവരും ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അക്ബറിനെ പൂച്ച. അക്ബർ ചോദിക്കും. എന്താ ചോദിക്കുന്നത്? അഗർ ഇസസെ കം യാ ജ്യാദാ ഹുയേ തോ. അപ്പോൾ ബീർബൽ പറഞ്ഞത് 2450 ക്രോസ് ആണ് ആഗ്ര ഷഹറിലുള്ളത് എന്നാണ് പറഞ്ഞത്. അന്നേരം രാജാവ് ചോദിക്കുകയാണ് എന്നാൽ ഈ 2450 കം എന്ന് പറഞ്ഞാൽ ലെസ്, അതിനേക്കാൾ കുറവ് അല്ലെങ്കിൽ ജ്യാദ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാക്ക ഉണ്ടെങ്കിലോ എന്ന് ആര് ചോദിക്കും? ഈ ചക്രവർത്തി ചോദിക്കും ബീർബലിൻ്റെ അടുത്ത്. ബീർബലിനെ മുസ്കുരാത്തേ ഹുയേ കഹ. അപ്പോൾ ബീർബൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും. എന്താ പറയുന്നത്? മഹാരാജ് യദി കൗവേ ജ്യാദാ ഹുയേ തോ. അന്നേരം എന്താ പറയുന്നത്? ഇപ്പം 2450 എണ്ണി നോക്കിയിട്ട് കാക്കകൾ കൂടുതലാണെങ്കിൽ, ജ്യാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ, മോർ, അപ്പം കൂടുതലാണെങ്കിൽ
ഷെഹർ സേ ഇൻ കൗവോം കെ ഘർ മെഹമാൻ ആയേ ഹോങ്കെ. അപ്പം എന്ത് വിചാരിക്കണം? വേറെ പട്ടണത്തിൽ നിന്നും കുറച്ച് കാക്കകൾ ഇവിടുത്തെ കാക്കകളുടെ അടുത്തേക്ക് അതിഥികളായി എത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ, കൂടുതലുണ്ടെങ്കിൽ. യദി കം ഹുയേത്തോ, അഥവാ എണ്ണി നോക്കിയിട്ട് ഈ 2450 കുറവാണ് കാക്കകൾ ഉണ്ടെങ്കിൽ എന്ത് വിചാരിക്കണം? ആഗ്ര ഷെഹർ കെ കൗവേ കിസി ദൂസരെ ഷെഹർ മേ ഘൂംനെ ഗയേ ഹോങ്കെ. എന്ത് വിചാരിക്കണം എന്നാണ് പറയുന്നത്? ഇവിടെയുള്ള ഈ ആഗ്ര ഷെഹറിലുള്ള കാക്കകൾ കുറച്ച് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് വേറെ പട്ടണത്തിലേക്ക് പോയിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ. ബീർബൽ की बात सुनकर अकबर के साथ साथ सारे दरबार भी जोर जोर से हंसने लगे. അപ്പോൾ ബീർബലിൻ്റെ ഈ വിചിത്രമായ ഉത്തരം കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ആ രാജസദസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഈ അക്ബർ ചക്രവർത്തി കൂടെ എല്ലാവരും എന്താക്കാൻ തുടങ്ങി? ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. आप देखिए पेज नंबर 33. शब्दार्थ: बगीचा, गार्डन, परेशान, वरीड, सोचना, टू थिंक, हैरान, सरप्राइज, अजीब, स्ट्रेंज, उम्मीद, एक्सपेक्ट, दरबार, कोर्ट, गिनना, काउंट, मेहमान, गेस्ट. पर्यायवाची शब्द: बगीचा, बाग, परेशान, चिंतित, हैरान, आश्चर्यचकित, मेहमान, अतिथि. विलोम शब्द: ज्यादा, कम, हंसना, रोना, प्रश्न, उत्तर, शहर, गाँव. आज इतना ही है. धन्यवाद.